ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഞാനും എൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ന്യായത്തെ പകയ്ക്കുന്നവൻ ഭരിക്കുമോ എന്നുള്ള ഒരാഴമായ ചോദ്യമാണ് ഇവിടെ ഓർപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സ്ഥാനങ്ങളിൽ അധികാരങ്ങളും പദവികളും സ്ഥാനങ്ങളും മാനങ്ങളുമൊക്കെ ലഭിച്ചിട്ടുള്ളതായ ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ അധികാരത്തിലേക്ക് കടന്നു വരുന്നവരാരും ദൈവത്തിൻ്റെ അറിവ് കൂടാതെ കടന്നു വരുന്നവരല്ലെന്നും ദൈവത്തിൻ്റെ നിയോഗത്താൽ മാത്രമേ ഏതൊരു മനുഷ്യനും അധികാരത്തിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളെന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ അധികാരത്തിലിരിക്കുന്നവരെ അംഗീകരിക്കുവാനും അനുസരിക്കുവാനും അവർക്ക് കീഴ്പ്പെടുവാനും മറ്റുള്ളവർ തയ്യാറുള്ളവരായിരിക്കണമെന്നും റോമാലേഖനം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആധികാരികമായി ആഴമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അധികാരത്തിലേക്ക് കടന്നു വരികയും ആ അധികാര പരിധിക്ക് കീഴിലുള്ള സകലരും ഈ അധികാരമുള്ളവനെ അംഗീകരിക്കുകയും അവന് കീഴടങ്ങിയിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ താൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്: ന്യായത്തെ പകയ്ക്കുന്നവരായി നിങ്ങൾ തീരരുത്. നീതിയെ തള്ളിക്കളഞ്ഞ് അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരും ന്യായവിരുദ്ധമായി വിധിക്കുന്നവരുമായി നിങ്ങൾ തീരരുത്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാക്യങ്ങൾക്കുള്ളിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇയ്യോബിൻ്റെ ഈ വാക്യവും റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളും നാം വായിക്കുമ്പോൾ നമുക്ക് ആഴമായി മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യമെന്ന് പറയുന്നത്, അധികാരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഓരോ മണ്ഡലങ്ങളിലും അവരാണ് ഏറ്റവും ശ്രേഷ്ഠരും വലിയവരുമെന്ന് തോന്നുന്നു എങ്കിലും സകല അധികാരങ്ങൾക്കും മീതെ അധികാരസ്ഥനുണ്ടെന്ന് ആധികാരികമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പറയുന്നത്, ഏത് മനുഷ്യനും അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, അധികാരമുള്ളവരുണ്ടെങ്കിലും അതിനു മീതെ അധികാരമുള്ള ഒരുവൻ ഉണ്ടെന്നും ആ അധികാരമുള്ളവനാണ് നിങ്ങൾക്ക് പദവികൾ തന്നിരിക്കുന്നതെന്നും ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായമായ നിലയിലുള്ള ഒരു വിധിയും പ്രവൃത്തികളും ചെയ്തെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ നിയോഗിച്ചാക്കിയിരിക്കുന്നതെന്ന ബോധ്യത ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് ആധികാരികമായി വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതോ ഒരധികാരം, ഏതോ ഒരു പദവി, ഏതോ ഒരു സ്ഥാനം, ഏതോ ഒരു മാനം എനിക്കോ നിങ്ങൾക്കോ ലഭിച്ചു എന്നതുകൊണ്ട് സകലത്തെയും അടക്കി ഭരിക്കുവാനും ഇഷ്ടമുള്ളതുപോലെ തോന്നുന്നതുപോലെ
വിസ്തരിപ്പാനും വിധിപ്പാനും നിയമങ്ങൾ എടുക്കുവാനും പാടുള്ളതല്ലെന്നും നിങ്ങൾക്കും മീതെ അല്ല നമുക്കും മീതെ മറ്റൊരധികാരം ഉണ്ടെന്നും ഓർത്തുകൊണ്ട് മാത്രമേ നാം ജീവിക്കാവൂ എന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾക്കനുസരിച്ച് നാം നമുക്ക് മീതെ നമ്മെ ഭരിക്കുന്ന ഒരുവനുണ്ടെന്ന് ഓർത്ത് നമുക്ക് ജീവിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ഓരോ ദിവസങ്ങളും താഴ്മയുള്ളവരും ഞങ്ങൾക്ക് മീതെയുള്ള അധികാരസ്ഥനെക്കുറിച്ച് ഓർമ്മയുള്ളവരുമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.